കുട്ടികളെ ഇന്ന് 6th സ്റ്റാൻഡേർഡിലെ പേജ് നമ്പർ 140 ചില ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇൻ എ കമ്പനി 46% ഓഫ് വർക്കേഴ്സ് ആർ വിമൻ. ഇറ്റ് ഹാസ് 300 വർക്കേഴ്സ് ഇൻ ഓൾ. ഹൗ മെനി ഓഫ് ദം ആർ വിമൻ? ഒരു കമ്പനിയിൽ 46% വർക്കേഴ്സ് ആരാണ്? വിമനാണ്, സ്ത്രീകളാണ്. അവിടെ 300 വർക്കേഴ്സ് ആകെ ഉണ്ട് എങ്കിൽ സ്ത്രീകളുടെ എണ്ണം, സ്ത്രീകളുടെ പെർസെൻറ്റേജ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. 300ൻ്റെ 46% മാത്രമാണ് സ്ത്രീകൾ എങ്കിൽ സ്ത്രീകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. നമ്പർ ഓഫ് വിമൻ ഈസ് ഈക്വൽ ടു 46% ഓഫ് 300. ആകെയുള്ള 300 പേരിൽ 46% മാത്രമാണ് സ്ത്രീകൾ. ദാറ്റ് ഈസ് ഈക്വൽ ടു 46/100 ഇൻറ്റു 300. രണ്ടുകൂടി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 46 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 138. ആകെ സ്ത്രീകളുടെ എണ്ണം 138 ആണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ് 20% ഓഫ് ചിൽഡ്രൻ ആർ മെമ്പേഴ്സ് ഓഫ് മാത്സ് ക്ലബ്. ദർ ആർ 35 ചിൽഡ്രൻ ഇൻ ദ ക്ലാസ്. ഹൗ മെനി ആർ മെമ്പേഴ്സ് ഓഫ് മാത്സ് ക്ലബ്ബ്? ഒരു ക്ലാസ്സിൽ ആകെ 35 കുട്ടികളുണ്ട്. 35-ൽ 20% കുട്ടികളും എവിടെ അംഗങ്ങളാണ്? മാത്സ് ക്ലബ്ബിൽ അംഗങ്ങളാണ് എങ്കിൽ മാത്സ് ക്ലബ്ബിൽ അംഗങ്ങളായ കുട്ടികളുടെ എണ്ണം. നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ മാത്സ് ക്ലബ് ഇസ് ഈക്വൽ ടു എന്താണ്? 20% ഓഫ് 35. ആകെ ഉള്ള കുട്ടികളുടെ 20%. അപ്പോൾ 20% മീൻസ് 20/100 ഓഫ് വരുമ്പോൾ ഇൻറ്റു 35. നമ്മൾ 0 കട്ട് ചെയ്തു. സോ ഈ ഒരു 0 കട്ട് ചെയ്യാൻ ആളില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 35 എത്രയാണ്? 70/10. അപ്പോൾ ഈ 0 കട്ട് ചെയ്ത് ലാസ്റ്റ് ആൻസർ 7. 35 കുട്ടികൾ, 7 കുട്ടികൾ എവിടെ അംഗങ്ങളാണ്? മാത്സ് ക്ലബ്ബിലെ അംഗങ്ങളാണ്. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ ആൻ ഇലക്ഷൻ ദ കാൻഡിഡേറ്റ് ഹു വൺ ഗോട്ട് 54% ഓഫ് ദ വോട്ട്സ്. 1450 votes were polled. How many votes did the winner get? ആകെ 1450 വോട്ടാണ് അവിടെ നടന്നത്. അത്രയും വോട്ടുകളിൽ 1450ൻ്റെ 54% വോട്ട് കിട്ടിയ ആൾ വിജയിച്ചു എങ്കിൽ how many votes did the winner get? വിന്നർക്ക് എത്ര വോട്ട് കിട്ടി? അതായത് 1450ൻ്റെ 54% എത്രയാണോ അതാണ് വിന്നർക്ക് കിട്ടിയ വോട്ട്. നമ്പർ ഓഫ് വോട്ട് ഗെറ്റ് ദ വിന്നർ ഇസ് ഈക്വൽ ടു 54% ഓഫ് 1450. ദാറ്റ് ഈസ് ഈക്വൽ ടു 54/100 ഇൻറ്റു 1450. 0 കട്ട് ചെയ്ത് കഴിയുമ്പോൾ 54 ഇൻറ്റു 145 divided by 10. That is equal to 54 into 145. That is equal to 7830 divided by ഒരു 10 ഉണ്ടല്ലോ. അപ്പോൾ ആ 0 കട്ടാക്കി 783 വോട്ടുകളാണ് വിജയിച്ച വ്യക്തിയുടെ വോട്ടിൻ്റെ എണ്ണം. 1480 ആണ് അവിടെ ആകെ നടന്ന വോട്ടിങ്. അതിൽ 783 നേടിയ ആളാണ് വിജയിച്ചത്. ഫോർത്ത് ക്വസ്റ്റ്യൻ. ദ പ്രൈസ് ഓഫ് എ കാർ ഈസ് 5,30,000 rupees നൗ. ദ മാനുഫാക്ചറർ ഡിസൈഡഡ് ടു റെഡ്യൂസ് മീൻസ് കുറയ്ക്കുക എന്നാണ്. റെഡ്യൂസ് ദ പ്രൈസ് ബൈ 2% നെക്സ്റ്റ് മന്ത്. വാട്ട് വുഡ് ബി ദ റിഡക്ഷൻ പ്രൈസ് ഇൻ പ്രൈസ്? വാട്ട് വുഡ് ബി ദ ന്യൂ പ്രൈസ്? അതായത് ഇപ്പോഴത്തെ കാറിൻ്റെ വില 5,30,000 രൂപയാണ്. മാനുഫാക്ചറർ എന്ത് തീരുമാനിക്കുന്നു? അടുത്ത മാസം മുതൽ 2% കുറച്ച് വിൽക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ച് വിൽക്കുന്നത് വാട്ട് വുഡ് ബി ദ റിഡക്ഷൻ പ്രൈസ്? റിഡക്ഷൻ പ്രൈസും എത്രയാണ്? അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കാറിൻ്റെ വില എന്താണെന്നാണ് ചോദ്യം. ദ റിഡക്ഷൻ പ്രൈസ് ഓഫ് കാർ ഇസ് ഈക്വൽ ടു 2% ഓഫ് 5,30,000. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/100 ഇൻറ്റു 5,30,000. കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു, ബാക്കി 2 ഇൻറ്റു 5300. That is equal to 5 3 2s are 6, 5 2s are 10, 10600.
So the reduction price is 10600, that is 10,600. ഇതാണ് കാറിന് കുറച്ച് കൊടുക്കാൻ അവർ ഡിസൈഡ് ചെയ്ത രൂപ. അങ്ങനെയാണെങ്കിൽ now the actual price of car is, the new price of car is equal to 5,30,000 minus 10,600. Then 0, 0, 4, 9 minus 0, 9, 2, 5. So 5,29,400 rupees-നാണ് ആ കാർ ഇപ്പോൾ വിൽക്കുന്നത്. 5,30,000 ആയിരുന്നു, അതിൽ നിന്നും 10,600 രൂപ കുറച്ച് 5,29,400 rupees-നാണ് കാർ ഇപ്പോൾ വിൽക്കുന്നത്. Fifth question, 1,300 children took the NUMATS test and 65% of them scored more than 25. How many are they? 1,300 കുട്ടികൾ ആകെ ന്യൂമാറ്റ്സ് എക്സാം എഴുതി. അതിൽ 65 പേര് എന്ത് ചെയ്തു? 25% മുകളിൽ 25 മാർക്കിന് മുകളിൽ വാങ്ങിയത് 65% കുട്ടികളാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ആർ ദേ, അവരാകെ എത്ര പേരുണ്ടായിരുന്നു? The number of students scored more than 25 is equal to 65% of 1,300. That is equal to 65 by 100 into 1,300. So 65 into 13. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 845 എന്ന് കിട്ടും. 845 കുട്ടികളാണ് 25 മുകളിൽ സ്കോർ ചെയ്തത്. അതായത് 1,300-ൻ്റെ 65% എന്ന് പറയുന്നത് 845 ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നന്നായിട്ട് പലതവണ നിങ്ങൾ ചെയ്ത് പഠിക്കണം. എക്സസൈസിലും വർക്കൗട്ട് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ വർക്കൗട്ട് ചെയ്ത് ധാരാളം ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്, അതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഒത്തിരി ലേറ്റായി, അപ്പം ഗുഡ് നൈറ്റ്. ഏകദേശം ഒരു 12 മണിയാവാറായി കേട്ടോ. നിങ്ങളൊക്കെ നല്ല ഉറക്കം പിടിക്കുന്ന സമയത്താണ് ടീച്ചർ വീഡിയോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്.